അല്പസമയം മുൻപ് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടിക ഇതാദ്യമായി 24 പുറംലോകത്തെ അറിയിച്ചിരുന്നു. അത് അന്തിമ പട്ടികയാണ്, തീരുമാനമായിട്ടുണ്ട്. 5 മന്ത്രിസ്ഥാനം എന്നുള്ളതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, ഒപ്പം വി അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകുമെന്നത് ഉറപ്പിച്ചിരിക്കുന്നു. ആ പട്ടിക നിയുക്ത മുഖ്യമന്ത്രിക്ക് ലീഗ് കൈമാറി. വൈകുന്നേരം 4 മണിയോടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് അല്പസമയം മുൻപ് PMA സലാം, ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്നിവർ 24നോട് പറഞ്ഞത്. KR ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, യോഗത്തിന് ശേഷം നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. എത്ര മന്ത്രിമാരുണ്ടാകും? 5 മന്ത്രിമാരുണ്ടോ എന്ന് നമ്മൾ എടുത്തു ചോദിക്കുമ്പോഴും കൃത്യമായൊരു ഉത്തരം പറയുന്നില്ല നേതാക്കളൊന്നും തന്നെ. എപ്പോഴത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? അമൃത, അനുജ, ഇപ്പൊ അല്പം മുൻപാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. വേവുവോളം കാക്കാമെങ്കിൽ ആറുവോളം കാത്തുകൂടെ എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരായിരിക്കുമോ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരിക്കുമോ, വകുപ്പുകളുടെയൊക്കെ കാര്യത്തിൽ പോർട്ട്ഫോളിയോയിൽ മാറ്റം ഉണ്ടാകുമോ, ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. പക്ഷെ അതിനൊന്നും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് പട്ടികയായിട്ടുണ്ട്, ഒരു കൺഫ്യൂഷനും ഇല്ല, നിങ്ങൾക്കൊക്കെയാണ് കൺഫ്യൂഷൻ, ലീഗിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇന്ദിരാഭവനിൽ ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ, നിർണായകമായ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ദിരാഭവനിലെത്തി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ പട്ടിക കൈമാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് പക്ഷേ അദ്ദേഹം തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി, ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ കയ്യിലുള്ളത് വെറും സാധാരണ കടലാസ് മാത്രമാണ് എന്നാണ്. ഇത് പട്ടികയാണോ താങ്കളുടെ കയ്യിലുള്ള കടലാസിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ലീഗ് മന്ത്രിമാർ ആരൊക്കെയാണെന്ന കാര്യം ആ പട്ടിക കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 മന്ത്രിമാരുണ്ടാകുമോ എന്നതാണ് പ്രധാനമായി നമ്മൾ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം നിങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ, 2 മണിക്കൂർ ആകുമ്പോഴേക്കും പൂർണ്ണമായി ഈ വിവരങ്ങളൊക്കെ തന്നെ എന്തായിരിക്കും ആ മന്ത്രിസഭയുടെ രൂപം എന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരങ്ങളൊക്കെ വരാൻ വേണ്ടി കുറച്ചു നേരം കൂടി ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മതി എന്നാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അനുജ, അമൃത, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയായിരുന്നു അവസാന മണിക്കൂറുകൾ വരെ. ആ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ലീഗ് തയ്യാറായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് ഈ പട്ടിക പുറത്തു വന്നാൽ മാത്രമേ ആ കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ഇതിൽ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ 2 പേരെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. അങ്ങനെ AKM അഷ്റഫിനെ കൂടി ഉൾപ്പെടുത്തി അബ്ദുൽ ഗഫൂറിനും AKM അഷ്റഫിനും 2.5 വർഷം എന്ന നിലയിൽ ഒരു ടേം വ്യവസ്ഥയിൽ മന്ത്രിയാക്കാനുള്ള ആലോചനകൾ ലീഗ് നടത്തുന്നു എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു പതിവ് ലീഗിനില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏതായാലും അങ്ങനെ ഒരു ടേം വ്യവസ്ഥ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷെ ആരൊക്കെയാണ് മന്ത്രിമാർ, 5 മന്ത്രിമാർ ഉണ്ടാകുമോ തുടങ്ങിയ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന, മറുപടി അറിയാൻ കാത്തിരിക്കുന്ന ആ വിഷയങ്ങളിൽ കൃത്യമായ ഒരു മറുപടി ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ഗോപികൃഷ്ണൻ, പക്ഷേ നമ്മൾ ഈ 5 പേരുടെ പട്ടിക നമ്മൾ അത് സ്ഥിരീകരിച്ച വിവരം എന്ന രീതിയിൽ തന്നെ പുറത്തുവിടുമ്പോൾ അതിൽ PK ബഷീർ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള മുറവിളി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. മറ്റൊന്ന് അബ്ദുൽ ഗഫൂർ ഉണ്ട്, പകരം പാറക്കൽ അബ്ദുള്ള ഇല്ല എന്ന വിവരം. കാസർകോട്ടിനും കോഴിക്കോട്ടിനും വേണ്ടിയൊക്കെയുള്ള മുറവിളി മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.